ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഉൾപ്പെടുന്ന കടകശ്ശേരി സഫിയയുടെ കൊലപാതകം പ്രതി ശരത്തിനെ സഫിയയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൊല നടന്ന വീട്ടിലെത്തിയ പോലീസ് സംഘം തന്റെ വീട്ടിൽ നിന്നും ഊടുവഴിയിലൂടെ സഫിയയുടെ വീട്ടിൽ പ്രവേശിച്ചതും അകത്തു കയറി കൊല നടത്തിയതുമായ കാര്യങ്ങൾ പോലീസിന്റെ മുന്നിൽ വിശദീകരിച്ചു. ശേഷം 12:45 കടകശ്ശേരിയിൽ നിന്നും പ്രതിയുമായി എരുമപ്പെട്ടിയിലേക്ക് പോയി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം സ്വാഭാവിക മരണമാണെന്ന വിവരം പുറത്തുവന്നതോടെ സഫിയയിൽ നിന്നും മോഷ്ടിച്ച 3 വളകളിൽ ഒരു വള എടുത്ത് ശരത് എരുമപ്പെട്ടിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ വിൽപ്പന നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിനാണ് ശരത്തുമായി പോലീസ് സംഘം എരുമപ്പെട്ടിയിലേക്ക് പോയത്. ശരത്തുമായി തെളിവെടുപ്പിന് 4 വാഹനങ്ങളിലായി വന്ന പോലീസ് സംഘത്തെ കാത്തിരുന്നത് അയൽവാസികളും നാട്ടുകാരും കുടുംബങ്ങളുമായ 100 കണക്കിന് ആളുകളാണ്. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ നായർ, SI ജസ്റ്റിൻ, അഡീഷണൽ SIമാരായ സതീഷ്, ഷൈജു, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ സലീം എന്നിവർ തെളിവെടുപ്പ് സംഘത്തിന് നേതൃത്വം നൽകി. സರಿ പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.